സ്കൂട്ടൂർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഷിംലയ്ക്കുള്ള വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം താഴെ കൊണ്ട് കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ നമ്മളെ പെടുത്തിയെന്ന് പറയത്തില്ല. ഗൂഗിൾ പറഞ്ഞ കുറേ കിലോമീറ്റർ ലാഭമാണ് ഈ വഴി പൊക്കമെന്ന്. ഇത് കണ്ടോ, നാഷണൽ ഹൈവേ, നല്ലൊരു നാഷണൽ ഹൈവേ എന്ന് 154 ഞങ്ങൾ ഏതോ ഒരു വഴി കയറ്റി വിടുന്നു. ഇവിടുന്ന് കിലോമീറ്റർ ലാഭം എന്ന് പറയുന്നത് മറ്റേ വഴി ഗൂഗിൾ കാണിക്കുന്നും കൂടിയില്ല. പക്ഷെ നമുക്ക് നല്ലതല്ലേ, ഒരുപാട് ഗ്രാമങ്ങളും ഇവിടെയുള്ള നാട്ടുകാരുടെ ഒരു അതെ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കഴിഞ്ഞ 10-17 ദിവസമുള്ള യാത്രകളിൽ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ ഇതുപോലെ ഗ്രാമത്തിൽ കൊണ്ട് ഗൂഗിൾ പെടുത്തി. നമ്മൾ ശരിക്കും ട്രാവൽ ചെയ്യുമ്പം കാർ ഇടുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പലപ്പോഴും നല്ല വഴി കാണിക്കും. ബൈക്ക് ഇടുന്നെങ്കിൽ ഇതുപോലുള്ള കുറേ ഷോർട്ട് വഴികൾ കാണിക്കുന്നുണ്ട്. സമയവും അതുപോലെ ഇങ്ങനത്തെ റോഡിൽ ഓടിക്കാനുള്ള അതെ തന്നെ. ഇത് കണ്ടോ, മൊത്തം ഓഫ് റോഡ് മൊത്തം പോയതാണ്. പിന്നെ ഇന്നലത്തെ യാത്രയുടെ സ്കൂട്ടിയെ ശരിക്ക് കാണാനുണ്ട്. ശരിക്കും നോക്കിക്കൂ, ഇന്നലെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് റോഡ് പണിയാണ് കണ്ടോ. ആ ഡിസ്ക് മാത്രമുണ്ട് വെളുത്തിരിക്കുന്നത്, ബാക്കി എല്ലാ ഭാഗവും ചെളിയാണ്. നമ്പർ പ്ലേറ്റ് കാണാൻ തുടങ്ങിയല്ലേ. ഇവിടെ ഗ്രാമമാണ് ശരിക്കും. ഇപ്പൊ എന്തായാലും നമ്മൾ ഷിംലയിലേക്ക് വിടുവാണ്. ഇവിടുന്ന് ഷിംലയ്ക്ക് ഒരു 82 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. അപ്പൊ ഗ്രാമത്തിന്റെ കാഴ്ചകളും ഷിംലയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇനിയുള്ള കാഴ്ചകൾ ഇങ്ങനെയായിരിക്കും. അതെ, ഇനിയുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും. ഇവിടെ സോളാറൊക്കെ ഉണ്ട് അവിടെ വെച്ചേക്കുന്നത്. ഇതുണ്ടോ ഗ്രാമം. ഇനി കുറച്ചുകൂടി ഗ്രാമത്തിന്റെ സൈഡിൽ കൂടിയുള്ള റോഡുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തം കൃഷിസ്ഥലമാണ് താഴെ. ഇവിടെ കൂടുതലും നെല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൃഷി. നമ്മുടെ ഭക്ഷ്യവിളകൾ വരുന്ന വഴിക്ക് മാവുണ്ടായിരുന്നു, ഇവിടെ നെല്ലിയുണ്ട്. താഴെ കണ്ടോ അടിപൊളി കണ്ടങ്ങളൊക്കെ. അതിൻ്റെ മുകളിലോട്ട് തട്ടായിട്ട് ഇവർ കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, തെളിച്ചിട്ടേക്ക് കണ്ടിട്ട്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. താഴോട്ട് മുഴുവൻ കണ്ടവും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഗ്രാമീണ ഭംഗി, ഹിമാചൽ പ്രദേശിലെ കുറച്ച് ഗ്രാമീണ ഭംഗി. നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അങ്ങ് കാണുന്ന മലയുടെ മുകളിലായിരുന്നു, മലകളിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇവിടെ താഴ്വാരങ്ങളിൽ മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഗൂഗിൾ ഞങ്ങൾക്ക് സമ്മാനിച്ച കാഴ്ചകൾ അടിപൊളിയാണ്. റോഡ് ഇച്ചിരി മോശമാണെങ്കിലും ഇനി ഇതുകൊണ്ടോ ഈ മുകളിലോട്ടും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ നെല്ലി പോലത്തെ ഒരു മരമാണ്. നെല്ലിയുണ്ട് ചിലത്, ഇടയ്ക്കിടയ്ക്ക് നെല്ലി കാണാം. ഉണ്ട്, ഇവിടെ നെല്ലിക്ക് കായ്ച്ച് കിടപ്പുണ്ട്. കാട്ടുനെല്ലിയാന്ന് തോന്നുന്നു അല്ലേ. റോഡ് സൈഡിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ റോഡിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ വണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെല്ലിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കൃഷി. താഴോട്ട് കണ്ടമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷിംലയിലേക്ക് വിടാം. ഇതാണ് നമ്മൾ ഷിംലയിലേക്കുള്ള ദൂരം. 74 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്.
ഇത് നമ്മൾ ഗൂഗിൾ കാണിച്ചു തന്ന വഴിക്ക് ഷിംലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ബിലാസ്പൂർ ബിൻ ഷിംല. ഇവിടെ ഒരു ചെറിയ ചുരം കാണുന്നുണ്ട്. ചുരമാണ് ഈ റോഡ്. ഇത് കണ്ടോ, നല്ല ഗ്രാമം. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കൃഷി സ്ഥലങ്ങളും ഗ്രാമങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാഴ്ചകളും മറ്റുമൊക്കെ മാറി. അങ്ങ് നോക്കടാ, അങ്ങ് നോക്കടാ, മുകളിലൊക്കെ വീട് കണ്ടോ. അവിടെ പക്ഷെ എല്ലാം കൃഷി സ്ഥലങ്ങളുണ്ടോ തട്ടുതട്ടായിട്ട് തിരിച്ചിട്ട്. നമുക്ക് ഈ താഴേക്കുള്ള റോഡാണോ പോകേണ്ടത് അതോ മുകളിലേക്കാണോ പോലും? അതുകൊണ്ട് അപ്പുറത്തെ മുകളിൽ നിന്ന് വേറെ റോഡ് കാണുന്നുണ്ട്. ഇതുണ്ട് താഴേക്ക് മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴി. ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ വേസ്റ്റും ഉണ്ട്. ഒരു ലോറി പാഞ്ഞ് കയറി വരുന്നുണ്ട്. ലോറി എല്ലാം പിക്കപ്പ് ഫുൾ ലോഡായിട്ട്. ഇവിടെ താഴെ കൂടി വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്നൊരു മെയിൻ റോഡ് പോലെ കാണുന്നുണ്ട്. നമുക്ക് ഗൂഗിളിൽ നോക്കണം. എന്തായാലും ഗൂഗിൾ കാണിച്ചു തന്ന നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ഇവിടെ വഴി മൊത്തം കോൺക്രീറ്റ് ആണ്. നല്ല കോൺക്രീറ്റ് വഴിയായിട്ടുണ്ട്. ഗൂഗിൾ എന്തായാലും കാണിച്ചു തന്ന വഴി നന്നായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് മുകളിൽ കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ അങ്ങ് മുകളിൽ ലോറി കുറേ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു ബിൽഡിങ്, അവിടെ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും യാത്ര തുടരാം. ഇതാ ഈ മുകളിലെത്തിയ റോഡിൽ ഏകദേശം ടൗണിലേക്ക് എത്താൻ ഒരു 5 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഇതുണ്ട് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, സ്റ്റെപ്പ് തട്ടായിട്ട് അല്ലേടാ, തട്ടായിട്ടാണ് ഭൂമി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മലഞ്ചെരിവാണെങ്കിൽ അവിടെ റബ്ബർ വെച്ചിട്ടുണ്ടാകും. ഇവിടെ അത് സ്റ്റെപ്പ് അടിച്ച് അതിനകത്താണ് കണ്ടം പോലെ. ഇവിടെ ചോളവും കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്തായിട്ട് കാണുന്നത് അല്ലേ. ഈ താഴെ ഭാഗത്തുണ്ട് ചോളവും വിളവെടുത്ത സ്ഥലം. എല്ലായിടത്തും വിളവെടുത്തു. പിന്നെ അവിടെ താഴെ ആ ഭാഗത്ത് കണ്ടം റെഡിയാക്കിയിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഭൂമി. ശരിക്കും പറഞ്ഞാൽ മലകളും കുന്നുകളും ആണെങ്കിലും ആ കുന്നുകളെ ഇങ്ങനെ തട്ടായിട്ട് തിരിച്ചു നല്ല ലുക്കാണ്. റോഡിന് ചെറിയ വീതിയേ ഉള്ളൂ, അതൊരു വലിയ പ്രശ്നമാണ്. വണ്ടിയുടെ വച്ചേക്കുന്നത് കണ്ടില്ലേ, ഈ താഴേക്കെല്ലാം ഉണ്ട്. ഈ മലകളെ ഇങ്ങനെ ഒരു വല്ലാത്ത ഭംഗിയായിരിക്കും അല്ലേ. ഇത് കൃഷിയും കൂടി പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു ലുക്ക് വരും. നമ്മൾ 2-3 സ്ഥലത്ത് കണ്ടല്ലേ പച്ചപ്പ്. ചെറിയൊരു അരുവി ഉണ്ട്, ചെറിയൊരു അരുവി.
ചിലപ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളം വരുന്നതായിരിക്കുമല്ലോ. ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീടുകൾക്കെല്ലാം കളറാണ്, കളർഫുൾ വീടുകൾ. നമ്മുടെ അടുത്തുള്ള വൈറ്റ് വാഷ് ഒന്നുമല്ല, ഫുൾ കളർഫുൾ ആയിരിക്കും. അങ്ങ് മലകളിലൊക്കെ കണ്ടില്ലേ കളർഫുൾ വീടുകൾ. അപ്പം ലോങ്ങിൽ നോക്കുമ്പോൾ നല്ല അട്രാക്ഷനാണ്. ഓരോ വീടിനും ഓരോ കളർ, പച്ച, മഞ്ഞ, ഓറഞ്ച്, ഇതിൻ്റെ റൂഫിങ് കുറേ പച്ച, നീല. അപ്പം ലോങ്ങിൽ നോക്കുമ്പം വല്ലാത്തൊരു വ്യൂ അല്ലേ, വല്ലാത്തൊരു വ്യൂ ആണ്. അതുകൊണ്ട് അവിടെ കണ്ടൊരു പച്ച വീട്, അതിനവിടെ ഒരു മഞ്ഞ കളറ്, അവിടെ ഒരു റെഡ്. അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും വ്യത്യസ്തമായ കളറുകൾ. മലയ്ക്ക് ഓരോരോ വീടുകളെ ഉള്ളെങ്കിലും അത് കളർഫുള്ളാണ്. നമ്മൾ ആ മലയൊക്കെ ഇറങ്ങിയിട്ട് ഒരിക്കലും മിക്കവാറും വന്നിട്ടുണ്ടാവുക. റോഡിങ്ങനെ വളഞ്ഞും വളഞ്ഞും ആയതുകൊണ്ട് നമുക്ക് തിരിഞ്ഞു കാണൂല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അടുത്ത എത്താൻ പോകുന്ന ടൗൺ ബിലാസ്പൂറാണ്. ബിലാസ്പൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷിംലയ്ക്ക് പോകാൻ വേണ്ടി. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ടാവുമെന്നാണ് തോന്നുന്നു ഷിംലയ്ക്ക്. അപ്പം എന്തായാലും ഷിംലയിലേക്ക് വിടാം. നമുക്ക് ഗ്രാമങ്ങളിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ടൗണിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. ഞങ്ങളിതാ ഗൂഗിൾ സമ്മാനിച്ച ഗ്രാമങ്ങളോട് വിട പറഞ്ഞ് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പഴയ വണ്ടി കത്തിക്കരിഞ്ഞ് കിടപ്പുണ്ടല്ലേ, കത്തിയാന്ന് തോന്നുന്നുടാ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ എന്നാ ആ സാധനത്തിൻ്റെ പേരെന്നായിരുന്നു, സോഫയിലൊക്കെ ഇടുന്ന കവർ വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. അത് കൂടെ എത്ര രൂപ? 5 എണ്ണല്ലോ നീ ചോദിച്ചാൽ? 5 പീസ് 300 രൂപ. നമുക്കതിൽ കുറേയൊക്കെ ചെയ്യും, നമ്മൾ പിന്നെ മേടിച്ചില്ല. നമ്മളിപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് എന്നോട് കാഴ്ചകളൊന്നും കൂടി അവസാനമായി കണ്ടിട്ട് ഹിമാചൽ പ്രദേശിൽ ഇങ്ങനത്തെയും സുന്ദരമായ ഗ്രാമങ്ങളൊക്കെ കാഴ്ചകൾ സമ്മാനിച്ച് അങ്ങനെ മലകൾ മൊത്തം നമ്മൾ ആ മലയുടെ ഏതോ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഗൂഗിളിനോടൊരു നന്ദിയുണ്ട്, ഈ ഒരു ഗ്രാമഭംഗിയൊക്കെ കാണിച്ചു തന്നെ. അല്ലെങ്കിൽ നമ്മൾ മെയിൻ റോഡ് വഴി തന്നെ പോയല്ലേ. അപ്പോൾ ഗൂഗിൾ എന്തായാലും ഈ വഴി കാണിച്ചു തന്നെ, അതുകൊണ്ട് നല്ല കാഴ്ചകൾ കണ്ടു. ഇനി ഷിംലയ്ക്ക് ഏകദേശം 35 കിലോമീറ്ററോളം ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷിംല ചെന്ന് ഷിംലയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം.